വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞ എല്ലാ ദൈവങ്ങൾക്കും വേഗം വരുന്ന കർത്താവായ യേശുവിനുള്ള സ്നേഹവന്ദനം. ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി തന്നെ കർത്താവ് നമുക്ക് നൽകട്ടെ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുവാനിടയായി. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. 3 സുവിശേഷങ്ങൾ പറയുന്നത് ദൈവരാജ്യമാണ് പ്രധാനപ്പെട്ട വിഷയം. യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് നിത്യജീവൻ എന്നുള്ളതാണ്. ഇത് രണ്ടും, ദൈവരാജ്യവും നിത്യജീവനും ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. യോഹന്നാന്റെ എല്ലാ വാക്കുകളിലും നിത്യജീവൻ, നിത്യജീവൻ, നിത്യജീവൻ. മത്തായി, മർക്കോസ്, ലൂക്കോസ് ദൈവരാജ്യം, ദൈവരാജ്യം, ദൈവരാജ്യം. രാജാവ് ഭൂമിയിൽ വന്നു. രാജാവായി പിറന്നവനെവിടെ? കൊട്ടാരം നിറച്ചു, ഹെരോദാവ് നിറച്ചു. അവനാണ് രാജാവ്. യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം മനുഷ്യ ആത്മാക്കളാണ്. ഞാൻ ആത്മാവിൻ്റെ രാജ്യമാണ്. എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എൻ്റെ പട്ടാളക്കാര് ഇവിടെ നിങ്ങളുടെക്കെതിരെ യുദ്ധം ചെയ്തേനെ. എന്നാൽ എൻ്റെ രാജ്യം ഈ ഭൂമിയിൽ നിങ്ങൾ കാണുന്ന രാജ്യമല്ല. ദൈവരാജ്യത്തിൻ്റെ അതിൻ്റെ മാനിഫെസ്റ്റോ 5, 6, 7 അധ്യായങ്ങൾ വെളിപ്പെടുത്തുന്നു. ദൈവരാജ്യം എന്തായി? ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അതിൻ്റെ പ്രകടന പത്രികയാണ് 5, 6, 7 അധ്യായങ്ങൾ. ഇന്നത്തെ പലർക്കും പ്രകടന പത്രിക അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. മത്തായി 5, 6, 7 അധ്യായങ്ങളാണ് ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥമായ പ്രവേശനത്തിന് വേണ്ടുന്ന നിയമങ്ങൾ. കർത്താവിന് സ്തോത്രം. ഞാൻ അവിടേക്ക് മറ്റു വഴികളിലേക്ക് പോകാതെ ഇന്ന് വായിച്ച ഭാഗത്തേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കുവാൻ ആഗ്രഹിക്കാം. ആ ദൈവരാജ്യത്തിൻ്റെ അവൻ രാജാവാണെന്ന് തെളിയിച്ചുകൊണ്ട് 8, 9, 10, 11 അധ്യായങ്ങൾ കർത്താവ് മിറക്കിൾസ് ചെയ്യുകയാണ്. കർത്താവ് അവിടെ അവൻ രാജാവാണെന്നും അവൻ്റെ രാജ്യം അന്തമില്ലാത്തതാണെന്നും തെളിയിക്കാൻ വേണ്ടുന്ന ആ മാനിഫെസ്റ്റോ വെളിപ്പെടുത്തി, അതിനുശേഷം തുടർന്ന് തൻ്റെ പ്രകൃതിയുടെ മേൽ തനിക്ക് അധികാരമുണ്ട്, വസ്തുക്കളുടെ മേൽ തനിക്ക് അധികാരമുണ്ട്, പിശാചുക്കളുടെ മേൽ തനിക്ക് അധികാരമുണ്ട്, പാപത്തിന്റെ മേൽ തനിക്ക് അധികാരമുണ്ട്, ജീവന്റെ മേൽ ഒരു ദൈവത്തിന് എന്തെല്ലാം യോഗ്യതയുണ്ടോ അത് മുഴുവനും തന്റെ ശുശ്രൂഷയിൽ വെറുതെ പ്രസംഗം പറഞ്ഞു പോകുന്നതാണല്ല യേശു. അവിടുന്ന് തെളിയിച്ചു. അവിടുന്നാണ് യഥാർത്ഥ രാജാവ് എന്ന് തെളിയിച്ചു വന്നിട്ട് ഇതെല്ലാവർക്കും അത്രയങ്ങും മനസ്സിലായൊന്നുമില്ല. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ രാജാവാണെന്ന് തെളിയിക്കാൻ, അവൻ ദൈവമാണെന്ന് തെളിയിക്കാൻ. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് പിന്നെ അത്ഭുതം കാണാനുള്ള കൊതിയായിരിക്കും നമ്മുടെ ദേഹീ മണ്ഡലത്തിന്. അങ്ങനെ കർത്താവിന് പുറകെ നടന്നുകൊണ്ട് പിന്നെയും അപ്പം കൊടുത്ത് തൃപ്തരാക്കി. യോഹന്നാൻ 6-ാം അധ്യായത്തില് തൃപ്തരാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പിന്നെയും നടക്കുക. ഞങ്ങൾക്ക് അപ്പം തരണം, അപ്പം കിട്ടണം, ഇനി അപ്പം ഉണ്ടാക്കുക, നമുക്ക് അടുക്കള കയറണ്ടല്ലോ, ഞങ്ങൾ വീട്ടിൽ പോകണ്ടല്ലോ, നിന്റെ ഉപദേശവും കേൾക്കാം, അപ്പം തിന്നാം. കർത്താവ് പറഞ്ഞു, ഇനി അപ്പം തരാനല്ല, ഞാൻ കാണിച്ചെന്തറിയാമോ? അതൊരടയാളമാണ്. ഞാനാണ് ജീവനുള്ള അപ്പം. ഇനി നിങ്ങൾ തിന്നേണ്ടത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ട് ജീവിക്കണം. ഞാനാണ് വചനം, ഞാനാണ് ജീവന്റെ അപ്പം. അവർക്ക് ആകെപ്പാടെ പ്രശ്നമായി. അവർക്ക് കാര്യം മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായി. ഈവൻ പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്, വേറൊരു അർത്ഥമാണ്. ഈവന്റെ ശരീരവും ഈവന്റെ രക്തവുമാണ് നമുക്ക് കുടിക്കേണ്ടത്. ദൈവരാജ്യത്തിന്റെ ഭക്ഷണം അതാണ്. ഇത് പറഞ്ഞപ്പോൾ മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. അവര് പറഞ്ഞു, മോശ ഞങ്ങൾക്ക് ആ സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിപ്പിച്ചു തന്നു,
അങ്ങനെയാണ് നീ വന്ന് സ്വർഗത്തിൽ നിന്നൊക്കെ ഒന്ന് ഒഴിപ്പിച്ച് ഒന്ന് ഞങ്ങൾ കാണട്ടെ. എങ്ങനുണ്ട്? അവര് ദൈവവചനത്തോട് മറുത്ത് മത്സരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ദിനരാത്രങ്ങളിൽ നിന്ന് കരയുന്ന ഒറ്റ കാര്യം ഇതാണ്: ഈ ദൈവരാജ്യത്തിന്റെ വചനത്തോട് എൻ്റെ സഹോദരങ്ങൾ ഒരാൾ പോലും മറക്കരുത്, ഇതിനോട് മത്സരിക്കരുത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ദൈവവചനത്തിൽ ചെറിയ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചു. ഓർക്കുന്നവർ ഒന്ന് കരഞ്ഞു വരണമോ? വിശ്വാസം എന്താണെന്നാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് ദൈവവചനത്തിൽ നിന്നും പഠിപ്പിച്ചത്. അത് നമ്മുടെ ബുദ്ധിയിൽ നിന്നും ഉണ്ടാകുന്നതല്ല വിശ്വാസം, അത് അറിവാണ് ഉണ്ടാകുന്നത്. 2, ബോധ്യങ്ങളാകുന്ന നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വൈകാരിക മണ്ഡലത്തിൽ നിന്നുണ്ടാകുന്ന ബോധ്യങ്ങളല്ല വിശ്വാസം. പിന്നെ നമ്മുടെ വിൽ പവർ, നമ്മുടെ സ്പിരിറ്റുമായിട്ട് ചേർന്നിട്ട് ഉണ്ടാകുന്ന ദൈവാശ്രയമാണ് വിശ്വാസം. ഇതേ പഠിപ്പിച്ചു. അതിന് ഏകദേശമൊക്കെ എൻ്റെ ദൈവത്തിന്റെ കൃപയ്ക്കൊത്തോടെ ഞാൻ പഠിപ്പിച്ചു. മോളെ എന്താ മോളെ അതൊക്കെ ഓർക്കാത്ത പണിയെടുക്കണേ. ഹല്ലേലൂയ. വലിയ പ്രതീക്ഷയാണ് എൻ്റെ സഹോദരങ്ങൾക്ക്, വലിയ പ്രതീക്ഷയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വഴക്കും ശാസനയൊക്കെ പറയുന്നു. സ്നേഹമാണ് അതിൻ്റെ പിന്നിലുള്ള എൻ്റെ വികാരം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അത് വിവേകം മറന്നുപോയല്ലോ, ദുഃഖമുണ്ട് മോനെ. ഓർത്തായിരുന്നു? ഇല്ല, അത് ഞാൻ മറന്നുപോയി. നീ ഇല്ലാഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി. അങ്ങനെ ഇവിടെ വലിയൊരു മുത്ത് വിളമ്പി, നിങ്ങളില്ലായിരുന്നല്ലോ. പെങ്ങളെ സന്തോഷിപ്പിക്കാൻ പോയല്ലേ? പോയിക്കോ. ഇന്ന് നമ്മൾ വായിച്ചു വരുന്നതും ആ ദൈവാശ്രയത്തിന്റെ അടുത്ത സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഈ ദൈവാശ്രയം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളത്, ദൈവത്തെ ആശ്രയിക്കുന്നത് നമ്മുടെ വിൽ പവറിലൂടെ, നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ ഇച്ഛാശക്തിയിലൂടെയാണ് വിശ്വാസം നമ്മിൽ ഉണ്ടായി വരുന്നത്. എങ്ങനെയാ? നമ്മുടെ സ്വന്തം ആശ്രയം നഷ്ടപ്പെടുത്തിയിട്ട് എൻ്റെ ആശ്രയം കൊണ്ട് ഇനി എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് ഇനി എനിക്ക് ദൈവപ്രസാദം കിട്ടത്തില്ലെന്ന് ഞാൻ അങ്ങ് ഉറപ്പിച്ചു. യേശുവിനെ മാത്രം ആശ്രയിച്ചാലേ പറ്റൂ, വചനത്തെ മാത്രം ആശ്രയിച്ചാലേ പറ്റൂ. അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച അബ്രഹാമിനെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് കാണിച്ചു. ഹല്ലേലൂയ. നമ്മൾ അന്ന് കേട്ട് ഈ കേൾക്കുമ്പോൾ തന്നെ പകുതിയല്ലേ കേൾക്കുന്നുള്ളു. അത് കഴിഞ്ഞ് നമ്മളങ്ങ് പോയി. പിന്നെ നമുക്ക് ദൈവവും ഇല്ല, വചനവും ഇല്ല. അതാണ് നമ്മുടെയൊക്കെ ഒരു ദുഃഖകരം. അതാണ് ഞാൻ എൻ്റെ കരച്ചില് തുറന്നു പറയുക. നിങ്ങൾക്ക് വീട് കിട്ടണമെന്നല്ല, നിങ്ങളുടെ സാമ്പത്തിക സമൃദ്ധിയല്ല എൻ്റെ പ്രാർത്ഥന വിഷയം. ഈ ദൈവവചനത്തെ എതിർപ്പ് കൂടാതെ ഒരു ശിശുവിനെ പോലെ നിങ്ങളത് കൈക്കൊള്ളുന്നത് കാണാൻ എനിക്ക് കൊതിയാണ്. വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. ഹല്ലേലൂയ. അത് ദൈവം തൻ്റെ സമയത്ത് തൻ്റെ പദ്ധതി ഓരോരുത്തർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, തരുന്നുണ്ട്, തന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എതിർക്കരുത്, വചനത്തെ എതിർക്കരുത്. വചനത്തോട് ബൈബിൾ പറയുന്ന ഏത് പാപവും കർത്താവ് ക്ഷമിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്. പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന ഒഴിച്ച് ബാക്കി ഏതായി പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന പാപം? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. ബൈബിൾ പറയുന്നത് വചനത്തോട് മറുക്കരുത്, വചനത്തിന്റെ മുമ്പിൽ കട്ടിയുള്ള ഹൃദയത്തോടെ ഇരിക്കരുത്, ദൈവവചനത്തിന്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടെ ഇരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അവിശ്വാസമാണ് ഉണ്ടാകുന്നത്. അത് ദുഷ്ടഹൃദയമാണ്. അത് ദൈവം ക്ഷമിച്ചു തരത്തില്ല. ഇസ്രായേൽ മക്കൾ മുഴുവൻ വീണുപോയ പാപം എന്താ മോനെ? ഇസ്രായേൽ മക്കളുടെ വീഴ്ചയ്ക്ക് കാരണം അവരുടെ അവിശ്വാസമാണ്. അറിയാമോ? അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകരുത്. ഏത് തെറ്റും കർത്താവ് തന്റെ രക്തത്താൽ കഴുകും. നമുക്ക് അവിശ്വാസം വരരുത്. ദൈവത്തെ വിശ്വസിക്കാമെന്ന് വിശ്വസിക്കുന്നത് പറയുന്നതല്ല, ആശ്രയമാണ്. ഇനി ഞാനല്ല, കർത്താവ് എന്നിൽ ജീവിച്ചാൽ മതി. ഞാൻ അവിടെ നിന്ന് വേഗം നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരിക. അതിന്റെ 14-15 വാക്യങ്ങൾ ഒന്ന് വായിക്കാം, അല്ല അതിന്റെ 12 മുതൽ വായിക്കാം.
ഇത് വിശദമായിട്ടൊക്കെ ഒന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. സമയമില്ലേ? 12 മണിക്കെങ്കിലും നിർത്തണം, യൂത്ത് മീറ്റിംഗ് ഉള്ളതാണ്. ഒന്ന് തൊട്ടുവിടാം. ദൈവസാക്ഷ്യത്തിൽ ബാക്കി അടുത്താഴ്ച നമുക്ക് പങ്കുവെക്കാനിടയായി തരട്ടെ. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. കർത്താവ് പറഞ്ഞത് ആരോടാ? എല്ലാവരോടുമാ പറഞ്ഞത്. അവരോട് ഉപമകളായിട്ട് കർത്താവ് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഹല്ലേലൂയ ഇവിടെ മനസ്സുള്ളവർ, വചനത്തെ ഇങ്ങനെ സ്വീകരിക്കുന്നവരോട് പറയുക, അപ്പോസ്തലന്മാരോട് പറയുക, നിങ്ങൾക്ക് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ വരം ലഭിച്ചിരിക്കുന്നു. എല്ലാവർക്കും കിട്ടിയിട്ടില്ല കേട്ടോ. അവരുടെ ഇരിപ്പ് കണ്ടാന്നറിയാം. ഉന്മതിയും തെറ്റിദ്ധാരണയും ഞങ്ങൾക്കിത് എത്ര കേട്ടതാണ്, എത്ര അറിവുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് മറുത്തു മത്സരിക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ഉള്ളവന് കൊടുക്കും. ഉള്ളവന്, ഇതാണ് ബൈബിളിന്റെ ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥ. ഇല്ലാത്തവനോടോ അവനുള്ളത് കൂടെ ഇന്ന് ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്ത് കളയും. അതുകൊണ്ട് അവർ കണ്ടിട്ടും കാണാതെയും അവർ കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. എന്തുകൊണ്ട് കർത്താവ് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാത്തത്? അവർക്ക് കണ്ണുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറയാ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, കണ്ണുള്ളവൻ കാണട്ടെ. എനിക്ക് നമുക്കെല്ലാവർക്കും കണ്ണും ചെവിയും ഉണ്ടല്ലോ അല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ഹൃദയപൂർവ്വം ഇത് നിങ്ങളൊന്ന് ഏറ്റെടുക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഒട്ടിക്കുക. എന്നിട്ട് യെശയ്യാവ് പറഞ്ഞ പ്രവാചക പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ് കർത്താവ് അവിടെ പറയുന്നത്. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ല, കണ്ണാൽ കാണും, ദർശിക്കയില്ല. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും എനിക്ക് തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന് തന്നെ. എന്താ കാരണം? ഇതേ സത്യത്തിൽ കർത്താവ് പറഞ്ഞ ലളിതമായ ഒരു ഉപദേശമല്ലേ, ലളിതമായ ഒരു സന്ദേശമാണ്. പക്ഷേ ഇത് പാലല്ല, ഇത് കട്ടിയായിട്ടുള്ള ആഹാരമാണ്. ഇത് കേട്ട് മറക്കാനുള്ളതാണ്. ഇത് നമുക്കറിഞ്ഞൂടെ? കർത്താവ് വിതച്ച വിതകാരുടെ ഉപമ നമുക്കറിയാം. എന്താ ഇതിന്റെ ആഴം? എന്താ ഇതിന്റെ അർത്ഥം? ഇവിടെ യെശയ്യാവ് 6-ാം അധ്യായത്തിൽ, യെശയ്യാവിന്റെ 6-ാം അധ്യായത്തിൽ സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ച കണ്ടു. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. സാറാഫുകൾ എങ്ങനെ ആരാധിക്കുന്നത്? സത്യത്തിന്റെ ആരാധിക്കല്ലേ, തമ്മിൽ പറയുക. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തു ഘോഷിക്കുക. തമ്മിലാ പറയുന്നത്. ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. ദൈവമുഖത്തേക്ക് നോക്കാൻ, ദൈവപാദത്തിങ്കൽ നിൽപ്പാൻ കഴിയാത്ത സാറാഫുകൾ. അവരുടെ പവർ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. അവർക്കുള്ള അധികാരങ്ങൾ എന്താണെന്നറിയാമോ? അവർക്കും ദൈവമുഖത്തേക്ക് നോക്കാൻ കഴിവില്ല. ഇത് യെശയ്യാവ് കണ്ടു. അപ്പോൾ യെശയ്യാവ് ഒരു ശബ്ദം കേട്ടു, എനിക്ക് വേണ്ടി പോകും. യഹോവേ, അടിയനെ അയക്കണമേ. ഇത് പ്രവചന ദൃഷ്ടിയിൽ നമ്മുടെ കർത്താവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ യെശയ്യാവാണ് പറയുന്നത്, ഞാൻ പോകാം, എന്നെ അയക്കണമേ. അപ്പോൾ കർത്താവ് തുടർന്ന്, നിങ്ങൾ യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 9 മുതൽ വായിച്ചാൽ മതി. നിങ്ങൾക്കത് കിട്ടും, വായിക്കണ്ട. ഹല്ലേലൂയ. അവിടെ എഴുതി, നിങ്ങൾ കണ്ണുകൊണ്ട് കാണും. പക്ഷെ കണ്ണുകൊണ്ട് കാണാതിരിക്കേണ്ടതിന്, നിങ്ങളുടെ ചെവി കൊണ്ട് കേട്ട് നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കേണ്ടതിന്, ഗ്രഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ അവർക്ക് കണ്ണ് അടച്ച്, അവരുടെ ബുദ്ധിയെ അടച്ചു കളഞ്ഞിരിക്കുന്നു എന്നുള്ള ഈ വാർത്ത കർത്താവ് എടുത്തിവിടെ വായിക്കുക എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരെ നിവർത്തി വന്നു. എന്നിട്ട് പറയാ, അപ്പോസ്തലന്മാരോട് പറയുക, എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. ഈ വചനം ഇന്ന് സത്യസന്ധമായ ഒരു കുഞ്ഞിനെ പോലെ കേൾക്കാൻ മനസ്സുണ്ടോ എങ്കിൽ നിങ്ങളുടെ കണ്ണ് ഭാഗ്യമുള്ള കണ്ണ്, നിങ്ങളുടെ ചെവി ഭാഗ്യമുള്ള ചെവിയാണ്, നിങ്ങളുടെ ബുദ്ധി ഭാഗ്യമുള്ളതാണ്. ബ്ലെസ്ഡ് ഐസ്. ഹല്ലേലൂയ. ഭാഗ്യമുള്ള കണ്ണുകൾ, ഭാഗ്യമുള്ള ചെവികൾ, ഭാഗ്യമുള്ള ജീവിതമാണ് നിങ്ങൾ.
അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈ വലിയ ദൈവസഭയിൽ ഇന്ന് ദൈവവചനം കേൾക്കാൻ വന്നിരിക്കുന്നത്. എന്നിട്ട് പറയാം, ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല. നിങ്ങൾ കേൾപ്പാൻ ആഗ്രഹിച്ചിട്ട് കേട്ടില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങൾ പറയുന്നു. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊടുക്കുക, തെളിയിച്ചു കൊടുക്കുക. ഞാൻ അതിൽ നിന്നും എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് താഴത്തോട്ടൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടതും നിങ്ങൾക്കറിയാവുന്നതുമായിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ വായിച്ച 14-ാം വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നു. അതിൻ്റെ അവസാന ഭാഗത്ത് കണ്ണടച്ചിരിക്കുന്നു, അവർ കണ്ണ് കാണാതെയും. 14-ാം വാക്യം, ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിനാണ് അവരുടെ കാത് അടഞ്ഞുപോയത്. തിരിഞ്ഞുകൊള്ളണം. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ വായിച്ചു നോക്കിയാൽ മതി. റിട്ടേൺ. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന വഴി, നമ്മളിപ്പോൾ ആയിരിക്കുന്ന വഴി എങ്ങനെ അറിയാമോ? ഇപ്പം ഒരു പരിധി വരെ പറഞ്ഞാൽ നമുക്ക് നേരെ പോകേണ്ടത് പിന്നെ ഒരു വശത്തേക്ക് തെക്കോട്ട് പോവുക. തെക്കോട്ട് പോകുന്നെന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്കായിട്ട് എനിക്ക് പോകാം, തെക്ക് പടിഞ്ഞാറായിട്ട് എനിക്ക് പോകാം. ഇതിൻ്റെ വിവിധ ദിശകളുണ്ട്. പക്ഷെ സ്ട്രൈറ്റ് അല്ലെങ്കിൽ നേരെ യേശുവിൻ്റെ രാജ്യത്തെ ദൈവരാജ്യം മാത്രം ലക്ഷ്യമാക്കി കൊണ്ടുപോകുന്നവരെ കുറിച്ച് മാത്രമേ ഇത് പറയുന്നത്. ഒരുപാട് പേര് പോകുന്നുണ്ട്. ഒരാൾ ഒരു സെന്റിമീറ്റർ മാറി വഴി മാറി പോവുക, ഒരാൾ 2 സെന്റിമീറ്റർ വഴി മാറി പോവുക, ഒരാൾ 1 മീറ്റർ വഴി മാറി പോവുക, ഒരാള് 100 മീറ്റർ പറഞ്ഞില്ലേ. അതായത് നേരെ ഓപ്പോസിറ്റ് വേയിലേക്ക് പോകുന്നവരല്ല ഇത് കേൾക്കുന്നവർ. യേശുവിനെ അറിയുന്നവരാണ്, യേശുവിന്റെ അത്ഭുതങ്ങൾ കണ്ടവരാ. പക്ഷേ വഴി ഒരല്പം മാറണം. നിങ്ങൾ ഇത് കേട്ടാൽ നിങ്ങൾക്ക് റിപ്പന്റൻസ് ഉണ്ടാകണം. ഇന്ന് കേൾക്കുന്ന വചനം, ഇന്ന് നിങ്ങൾ തിരിയണം, നിങ്ങൾ ടേൺ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ തിരിയണം. അവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴത്തെ വഴി ശരിയാണെന്ന് തോന്നരുത്. ക്രിസ്തുവിലേക്ക് ഇനിയും 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 നീതിയുടെ വഴികളുണ്ട്. ഇത് കണ്ടെത്താൻ നിങ്ങൾ ഇത് തിരിയാതിരിക്കേണ്ടതിനാണ് ഇതിനെ പ്രവർത്തിക്കുന്നതെന്നറിയാമോ? ഒന്നാമത്തേത്, നമ്മളിപ്പോൾ വായിച്ച ഈ ഭാഗത്ത് വായിക്കുന്നത്, ഇതിൻ്റെ പ്രശ്നക്കാരൻ പറയുന്നത് സാത്താനാണല്ലോ. ഇവിടെ നമ്മൾ ദുഷ്ടൻ വന്നിട്ട് എങ്ങനെ അതിൻ്റെ രാജ്യത്തിൻ്റെ വചനം കേട്ട് ഗ്രഹിക്കാത്തവൻ ദുഷ്ടൻ വന്ന 19-ാമത്തെ വാക്യം, അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. അപ്പോൾ ഇവിടെ ഒരു പിശാചിൻ്റെ പ്രവൃത്തിയുണ്ട്. നിങ്ങൾ ആരും വചനം ഓർത്തില്ലെങ്കിൽ, മനസ്സിലാക്കിയില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ ചിന്തിക്കുക, ദുഷ്ടൻ വന്ന് ഹൃദയത്തിൽ വീണ വിത്ത് അപ്പോൾ തന്നെ കൊണ്ടുപോയി. അങ്ങനെയല്ലോ വരും. ആരായി ദുഷ്ടൻ? നിങ്ങൾ പിന്നെ ഇത് തന്നെ ഈ വിഷയം തന്നെ മർക്കോസ് 4-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. അതിനകത്തേക്ക് ദുഷ്ടനാരാ? സാത്താൻ വന്ന് 19-ാമത്തെ വാക്യം 15-ാം വാക്യമാണ് 19-ാമത്തെ വാക്യമാണ്. അത് പറയുന്നു, സാത്താൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വീണ വിത്ത് എടുത്തുകൊണ്ട് പോയി. ഇപ്പം ഇവിടുന്ന് പോകുമ്പം നമ്മുടെ ഹൃദയത്തിൽ ദൈവരാജ്യത്തിന്റെ വിത്തില്ല, ദൈവരാജ്യ ഹൃദയത്തിൽ അത് വന്നിട്ടില്ല. എന്തുപറ്റി? വീണത് സത്യമാണ്, പക്ഷെ അത് വഴിയരികായിരുന്നു. വഴിയരികിലുള്ള സ്ഥലത്ത് വീണപ്പോൾ ഈ വിത്ത് പറവകൾ വന്നു കൊത്തിപ്പറക്കി കൊണ്ടുപോയി. അതിന് ദുഷ്ടൻ എന്നാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്. മർക്കോസിൽ പറയുന്നത് സാത്താൻ വന്ന് വചനം കൊണ്ടുപോകും. വചനം നിങ്ങൾക്ക് നാളെ അടുത്ത ആഴ്ച വരെ ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ഒരാൾ നിങ്ങളുടെ പുറകിലുണ്ടെന്ന് ഓർക്കും. അവന് നിങ്ങളുടെ വീടും കൊണ്ടുപോകാറതും അല്ല ഇഷ്ടം, നിങ്ങളുടെ സ്വർണ്ണവും വെള്ളയും പൊട്ടിക്കാറല്ല അവരിഷ്ടം. അകത്ത് വീഴുന്ന ദൈവരാജ്യത്തിന്റെ വചനം നിങ്ങളൊന്നും മോഷ്ടിക്കുക എന്ന് പറയുന്നതാണ് സാത്താന്റെ പ്രധാനപ്പെട്ട തന്ത്രം. ഞാൻ അവിടെ സാത്താനെ അത്ര പറഞ്ഞാൽ നിർത്തുക. സാത്താനെ അടക്കം കൊടുക്കരുത്. അവസാനം ഒരുപാട് കിട്ടിയത് ഇപ്പൊ ഒന്നുമില്ല, ഒരുപാട് കേട്ടതാ. ഇവിടെ പഠിപ്പിക്കുന്ന ദൈവവചനം, ഹല്ലേലൂയ. എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ ശുശ്രൂഷയിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പൊക്കെ വരുന്ന സമയത്ത് ഇച്ചിരി ദൈവവചനം കിട്ടാൻ വേണ്ടി കൊതിയാണ് എനിക്ക്. എങ്ങനെ വചനം, ഒരു വചന പ്രസംഗം കേൾക്കാൻ വേണ്ടിയുള്ള കൊതിയോടുകൂടെ നടക്കുന്ന ഒരു ദൈവദാസനായിരുന്നു, ദൈവ മനുഷ്യനായിരുന്നു ഞാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം അങ്ങനെ വചനത്തിന് വേണ്ടി, വചനം ദൈവരാജ്യത്തിന്റെ വിത്താണ്, കൊതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ
ഒന്ന്, നമ്മുടെ ഹൃദയത്തിനകത്ത് വിതയ്ക്കപ്പെട്ട സാത്താനാണ് എടുത്തു കളയുന്നത്. അതിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ പറയാം. ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വരിക കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ, ഞാൻ പെട്ടെന്ന് നിർത്തുവാൻ എനിക്ക് നിർത്തിയേ പറ്റൂ. അപ്പൊ വചനം, ദൈവരാജ്യം അകത്തു വന്നാൽ ഒന്ന് സാത്താൻ വരും. സാത്താൻ ഇടം കൊടുത്താൽ ദൈവരാജ്യം അപ്പോൾ തന്നെ അവൻ കൊത്തിക്കൊണ്ടു പോകും. വചനത്തിന്റെ ശക്തിയെ അവൻ കൊട്ടിക്കൊണ്ടുപോകും. 2, ഇപ്പൊ പിന്നെ ലോകരാജ്യത്തിന്റെ അധീനതയിലേക്ക് നമ്മൾ. രണ്ടാമത്, ദൈവരാജ്യത്തിന്റെ വിത്ത് ഒരുവന്റെ ഉള്ളിൽ വീണാൽ സംഭവിക്കുന്നത് ഉപദ്രവങ്ങൾ വരും, ഞെരുക്കങ്ങൾ വരും. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് വന്നാൽ എന്തുണ്ട്? ഞെരുക്കമുണ്ട്. ഇത് ഞെരുക്കമുള്ള വഴിയാ, ഇത് ഇടുക്കുവാതില, ഇത് ഉപദ്രവങ്ങളുള്ള വഴിയാ. ദൈവരാജ്യത്തിന്റെ വഴിയിലേക്ക് വന്നാൽ ഹല്ലേലൂയ, ഉപദ്രവങ്ങളും ഞെരുക്കങ്ങളും വരുമ്പോൾ നിങ്ങളുടെ മനോഭാവം എന്താകും? ഇത് വേണ്ടതാണ്. ഈ അപ്പച്ചൻകുട്ടി പാഷ എപ്പോഴും ദൈവരാജ്യവും നിത്യജീവനും ശിക്ഷത്വവും മാനസാന്തരവും ഒക്കെ അങ്ങ് പറയുക. അതേസമയത്ത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാനൊരു പ്രവാചകനെ കൊണ്ട് ഇവിടെ നിർത്തുകയാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും. ആ പ്രവാചകൻ വന്നിട്ട് പറയും, ഞാൻ കാണുന്നു ഹല്ലേലൂയ, ഉണങ്ങിയ അസ്ഥികളെല്ലാം കൂടി ഇപ്പോൾ ജീവൻ പ്രാപിക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ നിന്റെ വീട്ടിന്റെ മുൻഭാഗത്തു നിന്ന് ഒരു ഭാഗം കർത്താവ് മാറ്റിക്കളയുന്നു. അവിടേക്ക് ഒരു 2 നില വീട് ഇപ്പോൾ പണിതു വരുന്നു. നമ്മുടെ ഉള്ളിന്റെ ആ മനസ്സിനകത്ത് ഇളക്കുന്ന പ്രസംഗങ്ങളുണ്ട്. ചാട്ടവും ചാടി ഇപ്പോൾ തന്നെ കയ്യുമൊക്കെ ഒന്ന് വെച്ച് ഒരു ഇളക്കപ്പെരുപ്പം. പക്ഷേ 3 ആഴ്ച പാസ്റ്റർ പ്രസംഗിച്ചു, ഒരാഴ്ച ഞങ്ങൾക്കൊന്ന് ഇളകണം പാസ്റ്റർ, ഞങ്ങൾക്കൊന്ന് തുടിക്കണം പാസ്റ്റർ, ഞങ്ങൾക്ക് ഭൂമിയിലുള്ള കാര്യങ്ങളെ ഒന്ന് കേൾക്കണം. ഹല്ലേലൂയ. വചന നിമിത്തം ഉപദ്രവമോ ഞെരുക്കമോ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞെന്നാൽ ഞങ്ങൾക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്കിത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ആമേൻ പറയണമെങ്കിൽ ഭൂമിയിൽ വല്ലതും കിട്ടണം, ഞങ്ങൾക്ക് കഴിക്കാൻ വല്ലതും കിട്ടണം. ദേവദാസമാർക്ക് അറിയണം, നിങ്ങളുടെയൊക്കെ വീട്ടിലൊന്നും വന്നാൽ കഴിക്കാൻ വല്ലതും കിട്ടില്ലെങ്കിൽ ഞാൻ കാപ്പട കരികൾ പറഞ്ഞില്ലേ. ഈ പാസ് ചെയ്തിട്ട് പറയും, കട്ടൻ കാപ്പി പോലും വേണ്ട, ചായ ഇടണ്ട, ചോറെടുക്കണ്ട, ഒന്നും എടുക്കണ്ട എന്ന് പറയുമ്പോൾ അങ്ങനല്ല. കടിക്കാൻ വല്ലതും കിട്ടിയില്ലെങ്കിൽ പോക്കറ്റിലേക്ക് ഹല്ലേലൂയ വല്ലതും വീടില്ലെങ്കിൽ അവർക്കാകപ്പാടെ പ്രശ്നം. ഞാൻ ചോദിക്കുന്നത് ദൈവമക്കളെ, നമ്മുടെ മനസ്സിലാക്കുന്ന വിധത്തിൽ ഭൂമിയിലുള്ള നന്മകളുടേതായിരിക്കുന്ന ഈ കാര്യങ്ങളെ ഇളക്കി മറിച്ച് ഏതെങ്കിലും ഭാഗങ്ങൾ കൊണ്ടുവരുന്ന പ്രസംഗങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? ഓർത്തോ, നിങ്ങൾ ദൈവരാജ്യത്തിന് പോകണം. ഇവിടെ ദൈവരാജ്യത്തിൽ കിടക്കുന്നവർക്കെല്ലാം പട്ടിണിയും പരിവട്ടവുമാണെന്ന സുവിശേഷം പറയുന്നില്ല. പക്ഷേ ദൈവരാജ്യത്തിൽ ദൈവം ഓരോരുത്തർക്കും അനുവദിക്കുന്ന ഞെരുക്കങ്ങളും ഉപദ്രവങ്ങളും കഷ്ടതകളും ഉണ്ട്. ഇത് വരുമ്പോൾ വചനത്തോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇവിടെ ഇപ്പൊ ഇത്ര പേര് ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ദൈവരാജ്യത്തിന്റെ വചനം? മറ്റു വചനങ്ങളുണ്ട് കേട്ടോ. ഭൂമിയിലെ ഈ ലോകത്തിന്റെ സമ്പത്ത് തരുന്ന വചനങ്ങളുണ്ട്, ഭൂമിയിലെ ഉയർച്ച തരുന്ന വചനങ്ങളുണ്ട്. അതിനോട് ഇപ്പൊ ഞാനിവിടെ ചില വർഷങ്ങളായിട്ട് കർത്താവിന്റെ ദാസൻ ഷൈജുനോടോ കർത്താവിന്റെ ദാസൻ സുനിലിനോടോ അവരൊക്കെയാണ് ഇവിടെ വചനം പ്രസംഗിക്കുന്നത് ഒക്കെ ഒന്ന് പറഞ്ഞാൽ, ഇവിടെ വന്ന് ഒരു ഭൂമിയിലുള്ള ഒരു സമ്പത്തിനെ കുറിച്ച് അവർ പറയത്തില്ല. കാരണം അവർക്കറിയാം ദൈവരാജ്യമാണ്, നിത്യജീവനാണ്, യഥാർത്ഥ വെളിപ്പാണത് അവർക്കറിയാം. എന്നാൽ നിങ്ങൾക്കത് കേൾക്കാൻ കൊതിയുണ്ടോ? തലമുറയെ മാനിക്കുന്ന ദൈവം അല്ലേ? കേൾക്കാനാണോ കൊതി? അതോ ദൈവരാജ്യത്തിൽ ഉപദ്രവവും ഞെരുക്കവും കഷ്ടതയും വന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് കേൾക്കുന്ന വചനമാണോ നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? അതിനകത്ത് കേൾക്കുമ്പോൾ ആ കഷ്ടതയിൽ സന്തോഷിക്കാൻ കഴിയുമോ എന്ന് ഞാനിവിടെ വന്നിരുന്നപ്പോൾ കർത്താവിനോട് സംസാരിച്ചു. നിന്റെ ജനത്തിന്
ദൈവസഭയ്ക്ക് വേണ്ടത് എന്നെയാണ്. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കണം. അതിനിവർക്ക് ജീവൻ വേണം. അവർക്ക് ആനന്ദം ദൈവത്തിലല്ല. ദൈവരാജ്യത്തിന്റെ ആനന്ദം നഷ്ടപ്പെട്ടു പോയി. എവിടെയോ വചനത്തോട് പ്രതികരിച്ചത് മോശമായിട്ട് പ്രതികരിച്ചപ്പോൾ ദൈവരാജ്യത്തിന്റെ ആനന്ദം നഷ്ടപ്പെട്ടു പോയി. ദൈവരാജ്യത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ പ്രിയരെ, ഞാൻ ഓർപ്പിക്കുന്നത്, നിന്റെ ജനം, ആ വാക്യം അറിയാമോ? ദൈവത്തിന്റെ ജനം ദൈവത്തിലാണ് നിൽക്കേണ്ടത്. നീ ഇവരെ വീണ്ടും ജീവിപ്പിക്കണം. വാക്യം അറിയാമോ? 85 സംഘത്തിന് 6 വാക്യം. ദൈവജനം ദൈവത്തിലാണ് ആനന്ദിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ ഇവർക്ക് ആനന്ദം എവിടാ? ഞങ്ങളെ ബാബേൽ പ്രവാസത്തിൽ നിന്ന് വിടുവിച്ചു, ഞങ്ങൾക്ക് ദൈവം പാലും തേനുള്ള കനാൻ ദേശം തന്നു. അവർക്ക് ദൈവത്തെ വേണ്ടെന്നേ. അവർക്ക് കനാൻ നാട് മതി. അവർക്ക് നല്ല പറഞ്ഞില്ലേ, വല്ല പൊറോട്ടായും ഇറച്ചിയും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ, ഭൂമിയിലുള്ള സമ്പത്തും ഇവിടുത്തെ ബുദ്ധിമുട്ട് മാറുന്ന ഒരു സുവിശേഷം മതി. അങ്ങനെയുള്ള പ്രസംഗകരെ ഇവർ പെരുപ്പിക്കും. ഇപ്പൊ വചന നിമിത്ത ഉപദ്രവമോ ഞെരുക്കമോ കഷ്ടതയോ വരുന്ന സുവിശേഷം കേട്ടെന്നാല് ഒരു പരിധിവരെ പറഞ്ഞെന്നാൽ ഞാൻ പെട്ടെന്ന് പോകും. ചില നിമിഷങ്ങളുണ്ട് അതിനൊക്കെ നിർത്തുക. ഇവർ വചനത്തോട് പ്രതികരിക്കുന്ന പ്രതികരണം കണ്ടാൽ കർത്താവിന് ദുഃഖം തോന്നും. അതുകൊണ്ട് കർത്താവ് പറയുക, അവർക്ക് കണ്ണുണ്ടെന്ന് തോന്നുന്നുണ്ട്, ചെവിയുണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ കണ്ണുണ്ടെങ്കിൽ അവർ കാണുന്നില്ല. അവർക്ക് ചെവിയുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. ഒരു കുഞ്ഞു പോലും ഇവിടെ അങ്ങനെ ഉണ്ടാകും. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾക്ക് കേൾപ്പാനുള്ള വരമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്ന ലോകരാജ്യത്തിൻ്റെതല്ല. ഈ ലോകരാജ്യത്തിന്റെ മർമ്മങ്ങളല്ല നിങ്ങൾ വെളിപ്പെടുത്തുന്നത്, ദൈവരാജ്യത്തിന്റെ വചനമാണ്. അത് കേൾക്കാൻ കർത്താവ് കണ്ണ് തുറന്ന് തന്നതിന് എപ്പോഴും നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ഒരു നിമിഷം മതി നമ്മുടെ കണ്ണടഞ്ഞു പോകാൻ. ഒരു നിമിഷം മതി നമ്മുടെ കാതടഞ്ഞു പോകാനായിട്ട്. അവസരം ഉണ്ടാകരുത്. എനിക്ക് വേദനയാണ്, എനിക്ക് സഹിക്കത്തില്ലത്. അതുകൊണ്ടാണ് ഇച്ചിരി കട്ടിയായിട്ടോ ഇച്ചിരി എങ്ങനെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി വചനത്തിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. നിങ്ങൾ ലോകരാജ്യത്തിന്റെ സുവിശേഷം കേൾക്കണ്ട. ഇവിടെ ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾക്ക് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള, ദൈവരാജ്യം ഇപ്പൊ ഭൂമിയിൽ തന്നെ കേട്ടോ. അതുകൂടെ ഒന്ന് പറയാം, ഇപ്പൊ ഭൂമിയിലാണ് ദൈവരാജ്യം സ്ഥാപിച്ചിരിക്കുന്നത്. നിന്നിലാണ്, എന്നിലാണ്. ദൈവരാജ്യം ഇപ്പോൾ നമ്മളിലാണ് വെളിപ്പെട്ടു വരുന്നത്. അപ്പോൾ ഈ പ്രതികരണത്തിൽ ഇവരുടെ മനസ്സിനകത്ത് ഞാൻ പറഞ്ഞ വാക്യം 14 വാക്യത്തിന്റെ ഇത് ഇങ്ങനെ, നിങ്ങൾ ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും. പിശാചിന്റെ തന്ത്രം നോക്കണം. നിങ്ങൾ ഇപ്പോഴത്തെ പോക്കനെ പോയാൽ 2024 തീരുന്ന ഡിസംബർ 31 പഴയതുപോലെ തന്നെ ഞാനങ്ങ് പോവുക. ഞാൻ ഭക്തനാണ്, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ടെന്നേ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നേ. തിരിയണം. ഹലോ മക്കളെ, തിരിയണം. റിട്ടേൺ. നിങ്ങൾ തിരിഞ്ഞേ പറ്റൂ. നമ്മുടെ മനസ്സ് തിരിയണം, നമ്മുടെ കണ്ണുകൾ തിരിയണം. പിന്നെ നിങ്ങൾ ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് തിരിഞ്ഞുകയും ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടത് തന്നെ സൗഖ്യം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഞാൻ അവരെ, യെശയ്യാവിന്റെ പ്രവചനമാണ് പറയുന്നത്, സൗഖ്യമാക്കാതെ. ഇപ്പൊ സൗഖ്യമെന്ന് കേട്ടപ്പോ തന്നെ നിങ്ങൾ എന്താ ചിന്തിച്ചത്? ഹല്ലേലൂയ. ബൈബിൾ പറയുന്ന ഇതിനെ ഇതിന്റെ 8-ാം അധ്യായം മുതൽ നിങ്ങളെ ഒന്നെടുത്തൊന്ന് കാണിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവ് മത്തായിയുടെ സുവിശേഷം, മത്തായിയുടെ വീട്ടിൽ പോയി. ചുങ്കക്കാരൻ മത്തായിയുടെ വീട്ടിൽ പോയി. അവിടെ വെച്ചാണ് യഹൂദന്മാരും പരീശന്മാരെല്ലാം വന്നിട്ട് ചോദിച്ചു, ഈവൻ പാപികളുടെ ചുങ്കക്കാരുടെ കൂടെ തിന്നുകുടിക്കുന്നെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാ. എന്നിട്ട് കർത്താവ് പറഞ്ഞ വാക്കെന്ന് അറിയാമോ? രോഗികൾക്കാണ് വൈദ്യരെ കൊണ്ട് ആവശ്യം. ഏത് രോഗമാണ്? മത്തായിയുടെ രോഗം ഏതായിരുന്നു? പാപമായിരുന്നു. ബൈബിൾ പറയുന്ന, നമ്മൾ പറയുന്ന ഇവിടുത്തെ ഒരു വലിയ രോഗം എന്ന് പറഞ്ഞാൽ ക്യാൻസറാണ്. നമ്മുടെ ഭൂമിയിലെ വലിയ രോഗം ക്യാൻസറാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്യാൻസർ അല്ല വലിയ രോഗം. വചനത്തോട് നമ്മൾ മറുതലിക്കുന്ന രോഗമുണ്ടല്ലോ. ക്യാൻസർ വന്നാൽ ഇവിടുത്തെ ശരീരം മരിച്ചു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. വചനത്തോട് നിങ്ങൾ മറുതലിക്കുന്ന രോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ, പാപത്തിന്റെ രോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ നിത്യത മുഴുവനും നിങ്ങൾ നഷ്ടപ്പെടും. കർത്താവ് പറയുന്നത് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നെന്നല്ലേ പറയുന്നത്.
ഏത് സൗഖ്യമാ കിട്ടിയത്? നമ്മൾ കേട്ട് കേട്ട് തഴമ്പിച്ചു പോവുക. അവന്റെ അടി കൊണ്ട മുറിവുകളാൽ നമുക്ക് കിട്ടിയ സൗഖ്യം. നിങ്ങൾ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിച്ചാൽ മതി. അതിനകത്ത് പറയുന്നത് എങ്ങനെ നമ്മൾ വഴിതെറ്റിപ്പോയവരായിരുന്നത് കൊണ്ട് നമ്മളെ അവൻ എന്ത് ചെയ്തു? അവന്റെ അടിപ്പിണരുകളാൽ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സൗഖ്യം കിട്ടുന്ന, സൗഖ്യം തരുന്ന വചനമായത്. ഇതാണ് സൗഖ്യം തരുന്ന വചനം. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എങ്ങനെ? അവിടെ വായിക്കുന്നത് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ, രോഗത്തെ ചുമന്നുന്നല്ല. നമ്മുടെ രോഗം പാപമാണ്. നമ്മുടെ രോഗം ദൈവരാജ്യത്തിന്റെ വചനത്തോടുകൂടെ നമ്മുടെ മറുതലിപ്പാണ്. എന്നാൽ ശിഷ്യന്മാർക്ക് വരം കിട്ടി, അപ്പോസ്തലന്മാർക്ക് വരം കിട്ടി, നമുക്ക് വരം കിട്ടിയിരിക്കുക കേട്ടോ. ഇത് കാണാനും കേൾക്കാനുള്ള വരം കിട്ടി. ഇവർ ഈ രോഗം സൗഖ്യമാക്കേണ്ടതിന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ശരീരത്തിന്റെ രോഗത്തിന് കർത്താവ് സൗഖ്യം തന്നില്ലേ? ആദ്യം മുന്നമേ അവന്റെ രാജ്യവും നീതിയും. നമ്മൾ നമ്മുടെ ആത്മാവിന്റെ രോഗം കണ്ടെത്തണം. ആത്മാവിന്റെ രോഗം മത്സരമാണ്. ആത്മാവിന്റെ രോഗം വചനത്തോടുള്ള മറുതലിപ്പാണ്. വചനം ശ്രദ്ധിക്കാത്തതാണ്. വചനത്തെ ഹൃദയം കൊണ്ട് ഗ്രഹിക്കാത്തതാണ്. വചനത്തോട് വിഘടിച്ചു നിൽക്കുന്ന മനോഭാവമാണ് ദൈവരാജ്യത്തിന്റെ വചനം. ഭയാനകമായ രോഗമാണ്. അവൻ നമ്മളെ സൗഖ്യമാക്കുകയും ചെയ്യും എന്നാണ് അവിടെ കർത്താവ്. അപ്പൊ ഒന്നാമത്തെ ശത്രു എന്താണ്? പിശാചാണ്. അവൻ വന്ന് നമ്മുടെ അകത്ത് വീണ വചനം കുത്തിക്കൊണ്ടു. ദൈവരാജ്യത്തിന്റെ വചനം വീഴരുത്, കുത്തിക്കൊണ്ടു. രണ്ടാമത്തേത് നമ്മളുടെ പ്രതികരണമാണ്. വചനത്തോട് നമ്മൾ ഏത് വിധത്തിലാണ് പ്രതികരിക്കുന്നത്? ആന്തരികമായ സൗഖ്യമാണ് വലുതെന്ന് കർത്താവ് ബൈബിളില്, കർത്താവ് യേശു വന്നത് എന്തിനാ? അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പറഞ്ഞിരിക്കണം. പാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവനാണ് യേശു. നമ്മൾ കേട്ടതൊന്നും അതല്ല സഹോദരൻ, അങ്ങനല്ല നമ്മൾ കേട്ടു വന്നത്. നിങ്ങൾ ഒരാളോട് ചെന്നിട്ട് പറഞ്ഞില്ലേ, ആദ്യം പാപത്തിന്റെ കാഠിന്യം, ക്യാൻസർ പിടിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചു, ക്യാൻസർ പിടിച്ചു കിടക്കുക, എനിക്ക് വന്നിട്ട് നിങ്ങൾ പറയുക യേശു നിങ്ങളെ സൗഖ്യമാക്കും. ഉടനെ എനിക്ക് ഭയങ്കര പ്രത്യാശ. ഉടനെ വന്നയാൾ പറയുക ഇവിടെ നിങ്ങൾക്ക് സൗഖ്യം കിട്ടണം, പിന്നെ ക്യാൻസർ അല്ലെ വേറെ കാണിച്ചാൽ മരിച്ചു. പക്ഷെ സൗഖ്യം അതല്ല പ്രിയ സഹോദര. നിന്റെ ആത്മാവിനാണ് രോഗം. അത് ക്യാൻസർ പോലുള്ള രോഗമല്ല. അത് ഒരിക്കലും മാറാത്ത രോഗമാണ്. ആ രോഗം മാറ്റാനാണ് യേശു ഇവിടെ വന്ന് ക്രൂശിൽ മരിച്ചത്. പറയാമോ ധൈര്യത്തോടെ? പറഞ്ഞു നോക്ക്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുവോടെ അവന്റെ ക്യാൻസർ അപ്പോൾ സൗഖ്യമാവോടെ. അവന്റെ ആന്തരിക സൗഖ്യത്തെ കുറിച്ചുള്ള വചനം നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ എന്താണ് ഈ വചനം? ഞാനീ പറഞ്ഞു വരുമ്പോൾ നമ്മളിത് ഈ വചനം എന്ന് പറയുന്നത് മായമില്ലാത്ത പാലെന്ന് പറയുന്നത് അല്ലേ? പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം അറിയാവുന്നതെന്ന് പറഞ്ഞ്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പൊ മായമുള്ള പാലുണ്ടെന്നല്ലേ? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ഇവിടെ കുടിക്കാൻ. ഒരു ഇൻഫാന്റ് അല്ലെങ്കിൽ ഒരു മുടക്കിടപ്പ് കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ഈ ദൈവരാജ്യത്തിന്റെ വചനം വന്ന് സ്വീകരിച്ച് നോക്കിക്കേ. ഇവിടുന്ന് പോകുന്നത് 100 മടങ്ങ് സന്തോഷത്തോടെ ആയിരിക്കും. ഹല്ലേലൂയ. ഒരു ബേബി, ഒരു കൊച്ചു കുട്ടിയുടേതായിരിക്കുന്ന ഹൃദയം നമുക്കുണ്ടാകണം വചനത്തിന് മുമ്പിൽ. എനിക്കറിയാം, ഇപ്പൊ ഒറ്റ ചിന്തയുള്ളു. ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാൾ പറഞ്ഞു കേട്ടതാ. അമ്മാവനെ എങ്ങനെ തട്ടാം? ഇവന്റെ നന്നാകാൻ വേണ്ടിയിട്ട് ഗുരുത്തക്കേടുകൊണ്ട് കുഴഞ്ഞിട്ട് ഇവന്റെ കയ്യിൽ പിന്നെ ഭാഗവതം വായിച്ചാൽ നന്നാകുമെന്ന് അമ്മാവൻ പറയും. അമ്മാവൻ ചെന്ന് കഥവും കൂട്ടി ഭാഗവതം കൊടുത്ത് അവസാനം ഓരോ ഭാഗവതം വായിക്കാൻ തുടങ്ങിയ ഒരു ഭാഗം കഴിയത്. ഇവിടെ ഭക്ഷണം പോലും വേണ്ട. ഒടുക്കം
2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കഥവ് തുറന്നു. കണ്ടപ്പോൾ തന്നെ അമ്മാവൻ ഞെട്ടിപ്പോയി. അമ്മാവന്റെ അടി കൊണ്ടാണ് ഇവൻ എൻ്റെ അകത്ത് കിടക്കുന്നത്. മോനെ, ഈ ഭാഗവതം വായിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടിയടാ? അപ്പൊ അവന്റെ തൊണ്ടയുടെ ശബ്ദമൊക്കെ കയർന്നു. അതായത് ശ്രീകൃഷ്ണൻ കംസനെ കൊല്ലാൻ ഉള്ള വഴികൾ ആണ് അതിനകത്തിരിക്കുന്നത്. കംസൻ ശ്രീകൃഷ്ണന്റെ അമ്മാവനാണ്. ഇത് അദ്ദേഹം പഠിച്ചത്, അച്ചർക്കം പഠിച്ചത് അവിടുന്ന് അമ്മാവനെ എങ്ങനെ തരണം. കേട്ടതോ വായിച്ചത് ഭാഗവതം. അവൻ പഠിച്ചതെന്താ? ഇപ്പൊ ഇതിനകത്ത് നിന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്? എങ്ങനെ ഭൂമിയിൽ സമ്പന്നനാകാം, എങ്ങനെ ഭൂമിയിൽ ഉന്നതനാകാം. അങ്ങനെ അല്ല വചനം പറയുന്നത്. അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം കേട്ടോ. ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ പട്ടിണി കിടന്ന് ചാകണമെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ വീടില്ല അതുകൊണ്ട് എല്ലാവരും കൂടെ വാടക കിടക്കണമെന്നല്ല പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം അതിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം അത്രയേ ഉള്ളൂ. താൽക്കാലികമാണത്, അത് ക്ഷണികമാണത്, നിത്യമായതിന്റെ വെളിച്ചമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ മനോഭാവത്തിൽ ഇവിടെ 1 പിശാച് വന്ന് ഹൃദയത്തിൽ നിന്ന് പതനമെടുത്തു. 2 എൻ്റെ മനോഭാവം വചനത്തെ ഞാൻ അടച്ചു കളയും. ദൈവരാജ്യത്തിന്റെ വിത്ത് എൻ്റെ അകത്തേക്ക് കയറാതെ ഞാൻ അടച്ചു കളയും. എന്തൊക്കെയും ഗുണമെന്താ നമ്മൾ വായിക്കുന്നത്? ഒരു വാക്യം വായിച്ചേ. പിന്നെ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 49-50 വാക്യം വായിച്ചു. മത്തായി 12-ന്റെ 49-50 നമ്മൾ വായിച്ച അധ്യായത്തിന്റെ കൂടുതൽ അതിന് മുമ്പുള്ള 12-ന്റെ 49-50. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഞാനൊക്കെ പറഞ്ഞു വിടാം. പുരുഷാരത്തിൽ ഒരു സ്ത്രീ പറഞ്ഞു, നിന്നെ ചുമന്ന ഉദരവും നിന്നെ കുടിച്ച മുലയും ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അല്ല നിന്റെ അമ്മയും സഹോദരന്മാരെ കാണാൻ വന്നിരിക്കുന്നു പറഞ്ഞു. ഉടനെ കർത്താവ്, ആരാ എൻ്റെ അമ്മയും സഹോദരന്മാരും? ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ സഹോദരൻ. ദൈവരാജ്യത്തിലേക്ക് കയറിയ ഒരു വ്യക്തിയെ ദൈവം ഇപ്പൊ പറയുക, എൻ്റെ സഹോദരനാണ് ഇവൻ. യേശു പറയുക, ഇവൻ എൻ്റെ സഹോദരൻ, യേശുവിൻ്റെ സഹോദരൻ. കർത്താവ്, ഇവളെൻ്റെ സഹോദരിയാ, ഇവളെൻ്റെ അമ്മയാ, ഇവളെൻ്റെ അപ്പനാ, ഇവളെൻ്റെ അങ്കിളാ. യേശു പറയുന്നു, ഇതാണ് ദൈവരാജ്യം. ദൈവരാജ്യം ഒരു കുടുംബമാണ്. ദൈവരാജ്യം, we are one big happy family, God's family. Hallelujah. He is my brother, he is my sister, and my Father in heaven loves you and me. നമ്മൾ ഒന്നിച്ച് ഒരു കുടുംബമായി മാറുന്ന, സ്വർഗീയ പിതാവുമായിട്ട് ഒന്നായി തീരുന്ന കുടുംബമാണ് ദൈവരാജ്യം. അല്ലെങ്കിൽ എത്ര ആനന്ദമാണ് അതെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ട്. 11-ാം അധ്യായത്തിന് ഇവിടെ അതിന്റെ മുമ്പത്തെ വായിക്കാം. 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. ഈ രാജാവിനൊരു പ്രത്യേകതയുണ്ട്. ഈ രാജാവിന്റെ പ്രത്യേകത അറിയാമോ? ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു നുകം തരും. നുഖത്തിന്റെ കീഴിൽ ഒരു കാള നുഖത്തിന്റെ കീഴിലിരിക്കുന്നത് പോലെ യജമാനനാകുന്ന കർത്താവിന്റെ കീഴിൽ ഞാൻ നിന്റെ രാജാവാണ്. ഞാൻ പറയുന്നതല്ലാതെ നീ ഇനി ചെയ്യരുത്. ആ നുഖത്തിന്റെ കീഴിൽ ചെന്ന് ഇരുന്നു കൊടുത്തു. ആരെങ്കിലും ഈ നുഖത്തിന്റെ കീഴിലുണ്ടോ? എന്റെ നുഖം മൃദുവും എന്റെ ചുമടിലേക്കും. സത്യത്തിൽ ഈ നുഖം മൃദുവാണോ? ഈ നുഖം ചുമക്കാൻ പറ്റുന്നതാണോ? എന്താണ് ഈ നുഖത്തിൽ പറയുന്നത്? സഹോദരനെ ഭോഷ എന്ന് മൂഢ എന്ന് വിളിച്ചാൽ, മനസ്സിനകത്ത് ചിന്തിച്ചാൽ, ഈ കൊലപാതകം ചെയ്ത് കഴിഞ്ഞു ഈ നുഖം എടുത്ത് നമ്മുടെ മേൽ വെച്ച് തന്നു. ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്റെ മനസ്സിനകത്ത് നീ ചിന്തിച്ചപ്പെട്ടവരെ കോപം ചെയ്തു കഴിഞ്ഞു, കോപം വന്നു കഴിഞ്ഞു, നിന്റെ മനസ്സിനകത്ത് തന്നെ മോഹം ഉണ്ടായി കഴിഞ്ഞു. നീ പോയി പാപം ചെയ്തില്ല, നിന്റെ അകത്ത് പാപം താമസിക്കുന്നുണ്ട്. ഈ നുഖമാണ് എന്റെ കുഞ്ഞെ നമുക്ക് തരുന്നത്. ഇത് ചുമക്കാൻ പറ്റുമോ? ഇവിടെ ന്യായപ്രമാണത്തിന്റെ നുഖം ചുമക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ ക്രിസ്തുവിന്റെ പ്രമാണത്തിന്റെ നുഖം നമുക്ക് ചുമക്കാൻ പറ്റുന്നത്? ക്രിസ്തുവിന്റെ നുഖം ന്യായപ്രമാണത്തൊക്കെ ചെറുതാണോ?
അതോ കട്ടി കൂടുതലാണോ? ഇത് പ്രതികരിച്ചേ. ന്യായപ്രമാണത്തെക്കാൾ കട്ടിയാണോ പുതിയ നിയമത്തിന്റെ നുകം? അതോ ന്യായപ്രമാണത്തെക്കാൾ കട്ടി കുറഞ്ഞതാണോ പുതിയ നിയമത്തിന്റെ നുകം? കട്ടി കൂടിയതാണ്. അതിന്റെ മുമ്പിലൊന്നും ഒരു മനുഷ്യൻ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ ഈ നുകം? എപ്പോഴും പറഞ്ഞാൽ ഈ രാജാവിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ നുഖത്തിൽ 2 കാള വേണമല്ലോ. ഒരു കാള നീയാണ്, പക്ഷെ ഒരു കാള നിന്റെ കർത്താവാണ്. കർത്താവ് ചുമന്നോളും, കർത്താവ് വലിച്ചോളും. ഈ ചെളിയും കുണ്ടും ഞാൻ അറിയുന്നില്ല. 39 വർഷമാകുമ്പോൾ ഈ നുഖത്തിന്റെ കീഴിൽ പോവുക. ഹമ്പിളായിരിക്കുന്ന എനിക്ക് ജീവിതം. എങ്ങനെ? ഞാനൊന്നും ചെയ്തിട്ടില്ല. കർത്താവ് എൻ്റെ അകത്ത് വന്നുകൊണ്ട് ഈ നുഖം എനിക്ക് ഭാരമില്ലാത്തതാക്കി തീർത്തു. ഈ നുഖം ഞാൻ ചുമക്കുന്നുണ്ട്, പലരും ചുമക്കുന്നുണ്ട്. അതാണ് കട്ടിയുള്ളതായിട്ട് തരുന്നത്. ഈ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. നുഖം വേണ്ടെന്ന് പറയരുത് കേട്ടോ. ഈ നുഖം വേണം. അവന്റെ കാൽ കീഴിൽ അവന്റെ അടിമയും പ്രയോജനമില്ലാത്ത ദാസനെ പോലെ നമ്മളായി തീരുവാനായിട്ട് ഇടയായി തീരണം. ഇവിടെ എൻ്റെ 13-ന്റെ 16 വാക്യങ്ങൾ വായിച്ചാൽ നിർത്തുക. 13-ന്റെ 16 വാക്യം. നിങ്ങളുടെ കണ്ണ് കാണുന്നു, നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ ഈ ക്ഷണികന്മാരായ മനുഷ്യരെ പോലെ നമ്മൾ അല്ല. എന്നിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് എതിർത്ത് നിന്നാൽ നിങ്ങൾക്കൊരു ചെറിയ എങ്ങനെ ഇത് കട്ടിയായിട്ടുള്ള വചനമാണ്. ബൈബിൾ പറയുന്നത് ഞങ്ങൾക്ക് പാല് മതിയെന്ന് പറയുന്ന ഒരാള് ഞങ്ങൾക്ക് ഇപ്പോൾ കാനാവിലെ വെള്ളം വീഞ്ഞാക്കിയ യേശുവാണ് ഞങ്ങളുടെ ദൈവം. ഞങ്ങളുടെ വെള്ളത്തെയും വീഞ്ഞാക്കും. നാസറിനെ ഉയർപ്പിച്ച യേശുവാണ് ഞങ്ങളുടെ ദൈവം. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നത്തെ സ്വപ്നങ്ങൾ പൊരിഞ്ഞു പോയെങ്കിൽ ഇപ്പോൾ അവൻ അത് ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ പ്രതികരണമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ പ്രതികരണത്താൽ ദൈവരാജ്യം നിങ്ങളിൽ നിന്നും അകന്നു മാറുവാനായിട്ട് ഇടയായിട്ട് ഇതിനൊരു വരം വേണം. ഹല്ലേലൂയ. അതെ, 11-ന്റെ 20 മുതൽ വാക്യം വായിച്ചിട്ട് 11 ഇത് മുഴുവൻ എടുത്തെങ്കിലേ ഇതിന്റെ കോണ്ടെക്സ്റ്റ് ആകുന്നു. ഇതിന്റെ കറക്റ്റ് കോണ്ടെക്സ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ, പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ നമ്മളിത് 8, 9, 10, 11 ഒന്ന് വായിക്കണം. 11-ാം അധ്യായം വായിച്ച 11-ാം അധ്യായത്തിന്റെ 20 മുതൽ വായിച്ചു. പെട്ടെന്ന് വായിച്ചു. അപ്പോൾ 25-26 വായിച്ചു. ഇവിടെ പറയുകയാണ്, കോരസീനെ, കഫർനഹൂമേ, നിനക്ക് അയ്യോ കഷ്ടം. എന്തെല്ലാം വീര്യപ്രവൃത്തിയോട് നടന്നറിയാമോ? പക്ഷെ അവർ ദൈവരാജ്യത്തെ ഉൾക്കൊണ്ടില്ല. അവർ കർത്താവ് പറഞ്ഞു വന്ന അത്ഭുതങ്ങൾ കാണിച്ചപ്പോൾ, അടയാളങ്ങൾ കാണിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ ദൈവപുത്രനാണെന്ന്, അവൻ ദൈവമാണെന്ന് മനസ്സിലായി. പക്ഷേ അവർ അവന്റെ ദൈവത്വത്തെ അംഗീകരിച്ചില്ല. അവർ ദൈവരാജ്യത്തിലേക്ക് കയറുവാൻ മനസ്സ് കാണിച്ചില്ല. കർത്താവ് എന്ന് പറഞ്ഞത് സോദോമ്യർക്കും ഗോമോര്യർക്കും അന്നാളിൽ സഹിക്കാൻ പറ്റും, കോരസിന് നിനക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇവിടേക്ക് നിങ്ങളോട് ഞാൻ പതിയെ പറയാം, പതിയെ. എന്തെല്ലാം അത്ഭുതങ്ങൾ നിന്നെ വേണ്ടി കാണിച്ചത് അറിയാമോ? ഹല്ലേലൂയ. എന്തെല്ലാം അടയാളങ്ങൾ കർത്താവ് കാണിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എന്തിനാ കാണിച്ചത്? വിശ്വസിക്കാനാ. ഇനിയും അടയാളങ്ങൾ പോകട്ടെ. അടുത്തടയാളം, ഒരടയാളം കിട്ടി, 2 അടയാളം കിട്ടി, യേശു ദൈവമാണെന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. 3 അടയാളം കിട്ടി, അടുത്ത അടയാളം പോരട്ടെ, അടുത്ത അത്ഭുതം പോരട്ടെ. കുത്തിയിരുന്ന് പ്രാർത്ഥന, കുത്തിയിരുന്ന് ഉപവാസം. നിനക്ക് അയ്യോ കഷ്ടമെന്ന് ഇവിടെ പറയുന്നത്. വായിച്ചു നോക്കൂ. നിന്നെ നടന്ന വീര്യപ്രവൃത്തി സൂര്യനിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ 8-ലും 8-ലും കിടന്ന് മാനസാന്തരം. പക്ഷെ നിങ്ങൾക്ക് മാനസാന്തരമില്ല. നിന്നെ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിന് തുല്യമായിട്ട് കർത്താവ് പറയുന്നത്. എങ്ങനെ? അതിന്റെ 24-ാം വാക്യം, എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമ്യരുടെ നാട്ടിൽ സഹിക്കാവതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സോദോമ്യരുടെ പാപം എന്തായിരുന്നു?
അവരുടെ പാപത്തെ കർത്താവ് ക്ഷണികമാക്കി പറയുക. എങ്ങനെ? നിനക്ക് വരുന്ന ന്യായവിധിയുടെ മുൻപിൽ ഇവിടെ ഇന്ന് കണ്ടിട്ടും കാണാതെ പോയാൽ, കേട്ടിട്ട് മനസ്സിലാക്കാതെ പോയാൽ നിനക്ക് വരുന്ന ന്യായവിധി അന്ന് സൊദോമ്യർക്ക് ചെറിയ ന്യായവിധിയാണ് കാണുന്നത്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന മാത്രമല്ല ഭയപ്പെടുക കൂടെ ചെയ്യുന്നു. എന്നിട്ടാണ് കർത്താവ് ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിലും ഭൂമിക്കും കർത്താവായുള്ളൂവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അതേ പിതാവ്, നിനക്ക് അങ്ങനെ പ്രസാദം തോന്നിയല്ലോ. ഇവിടെ ശിശുവായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഇവിടെ ഞാൻ ബുദ്ധിമാനാണെന്നും അറിവുണ്ടെന്നും ചിന്തിക്കുന്ന ഞാന് ഈ കൂട്ടത്തിൽ ഏറ്റവും അറിവ് കൂടുന്തോറും ശിശുത്വം കൂടുക. അറിവ് കൂടുന്തോറും ഇപ്പൊ ഇങ്ങനെ ഇവിടെ വിവേക് അച്ഛനേക്കാളും അമ്മയേക്കാൾ അറിവുണ്ട്. വിജയ്ക്ക് അച്ഛനേക്കാൾ അമ്മയേക്കാൾ കൺപൊക്കമുണ്ട്, അവരെക്കാൾ വിദ്യാഭ്യാസമുണ്ട്, അവരെക്കാൾ അറിവുണ്ട്. പക്ഷെ ഇത് വളരും തോറും കർത്താവിന്റെ പറയുന്നത് പോലെ ഫലം കൂടുന്തോറും നീ ഈ നെന്മണി കുനിഞ്ഞു പോവുക, ശിശുവാകുക. ഓരോ ദിവസവും വളരുക എന്ന് പറഞ്ഞ എങ്ങനെ? ഞാൻ ആത്മീയ രാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ ശിശുവാകുക. ഇപ്പോൾ ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരാൻ ആഗ്രഹമുണ്ടോ? ഒരു ശിശുവിന്റെ ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ശിശുവിനെ പോലെ ആത്മീയത്തെ ഞാൻ വളരുന്നതനുസരിച്ച് ഞാൻ കുഞ്ഞായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒരു പൊട്ടനെ പോലെ. അതുപോലെ തന്നെ ഈ ബൈബിളിന്റെ വാക്യങ്ങൾ ഇതിനപ്പുറത്തുള്ളതെന്ന് കേട്ടാൽ അപ്പോൾ തന്നെ തുപ്പിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഇവിടെ ഈ കുഞ്ഞുണ്ട്, ഇവിടെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടിയാണ്. ഇതിന് മറ്റ് വിധത്തിലുള്ള മിൽക്കൊന്നും കൊടുത്തിട്ടെന്ന് വിചാരിച്ചോ? അവക്ക് ഉറങ്ങിക്കിടക്കുമ്പം അമ്മയുടെ ബ്രസ്റ്റ് ഫീഡിങ് ഒന്ന് മാറ്റിയിട്ട് ഒരു ചെറിയ പാൽക്കുപ്പി ഇവിടുന്ന് എല്ലാം മായമുള്ളത്. എത്ര മൂലാണെന്ന് പറഞ്ഞാലും എത്ര തരം സുന്ദരം വന്നാലും മായമാണ്. ആ മായമുള്ളത് കൊടുത്തു നോക്കിയാൽ അവൾ അപ്പോഴത്തെ തോന്നിക്കളെ. അത് കുടിച്ച് കൊച്ചിനെ ശീലിപ്പിച്ചാലോ അവക്ക് പിന്നെ അമ്മയുടെ പാലും മറ്റേ പാലത്തെ വ്യത്യാസമൊന്നുമില്ല. ആദ്യമായിട്ടൊന്ന് കൊടുത്തു നോക്കണം. അപ്പോൾ തന്നെ അവർക്കറിയാം അവിടെ അമ്മയുടെ പാലിന്റെ ഗുണം എന്താണെന്നറിയാം, ടേസ്റ്റ് എന്താണെന്നറിയാം. നമ്മുടെ അരുമനാഥൻ തരുന്ന മായമില്ലാത്ത പാലല്ലാത്ത ഒരുത്തൻ വന്നിട്ട് ഇവിടെ നടക്കാൻ പോകുന്ന കീഴ്മേൽ മറിക്കുമെന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ പറയും. അവന് എല്ലാം വചനമാണെന്നും എല്ലാം ബൈബിളാണെന്നും പറഞ്ഞുകൊണ്ട്, എല്ലാം ക്ലേശം ചെയ്ത എല്ലാം പാസ്റ്റാണെന്നും പറഞ്ഞുകൊണ്ട് വെള്ള ധരിച്ചാൽ പാസ്റ്റർ, ഞാൻ അതിനെ വിരോധിക്കുന്നതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. നിത്യജീവന്റെ വചനമല്ലാത്ത ഒന്നുകൊണ്ട്, മായമുള്ള പാലും കൊണ്ട് നിങ്ങളടുത്ത് വന്നാൽ നിങ്ങൾ കുടിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇരുന്ന് കൊണ്ട് ഈ ഇളകുന്നത് കാണുമ്പോൾ ഇളക്കം വേണ്ട ഇച്ചിരിയൊക്കെ അവൻ വചനത്തിൽ ഇളകുക. ഞാൻ വാക്കുകൾ തന്നെ ശിശുക്കളെ പോലെ ആമേൻ ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. കുഞ്ഞിനെ പോലെ ഈ പാല് കുടിക്കാനുള്ള വാഞ്ച നമുക്കുണ്ടാകട്ടെ. കർത്താവ് പറയുക, ശിശുക്കളായി ഇവർ വന്നതുകൊണ്ടാണ് ഇവർക്ക് വെളിപ്പെടുന്നത്. ഇവിടെ നിങ്ങളെ എത്ര പേര് വചനം സ്വീകരിച്ചു? നിങ്ങൾ കർത്താവ് പറയുക, ജ്ഞാനിയും വിവേകിയുമല്ല, ശിശുക്കളായി തീർന്നതുകൊണ്ട്. അല്ലെങ്കിൽ ഈ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. നമ്മുടെ കടകളൊക്കെ